ഫോർ ദ പേഷ്യൻസ് നമ്മുടെ കേരളത്തിലെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയത്തിന്റെ അസുഖം അവരെ ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മൾ ചില പഠനങ്ങൾ ഇന്റർ ഹാർട്ട് സ്റ്റഡി പോലെയുള്ള പഠനങ്ങൾ പ്രകാരം സാധാരണ നമ്മുടെ ഹൃദയത്തിനെ ഹാർട്ട് അറ്റാക്ക് ബാധിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും 57 വയസ്സാണ് ആവറേജ് ആയിട്ടുള്ള ഏജ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ആവറേജ് ആയിട്ടുള്ള പ്രായം എന്ന് വെച്ചാൽ 53 വയസ്സാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടറുകൾ ഒന്ന് ആണുങ്ങളിൽ 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായം. ലേഡീസിനാണെങ്കിൽ അത് പീരീഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് 55 വയസ്സ് വരെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. 55 വയസ്സിന് ശേഷമുള്ള പ്രായം. പിന്നെ ഇപ്പോൾ പുകവലിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പുകവലിച്ചുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് നിർത്തിയിട്ടുള്ള ആളുകൾ, പിന്നെ വളരെ പ്രധാനമായിട്ട് വളരെ ഹൈ ആയിട്ട് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ, ബ്ലഡ് പ്രഷർ വളരെ കൂടി നിൽക്കുന്നു, ഒന്നെങ്കിൽ അവർ ബ്ലഡ് പ്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് മരുന്നെടുക്കാത്ത ആളുകൾ, അതല്ലെങ്കിൽ മരുന്നെടുത്തിട്ടെങ്കിലും BP ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാത്ത ആളുകൾ, അതല്ലെങ്കിൽ ഇതുവരെ BP നോക്കാതെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യാത്ത ആളുകൾ, ഈ ആളുകളെല്ലാം ഏറ്റവും കൂടുതൽ അതിനുള്ളിൽ റിസ്ക് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ലിപ്പിഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ LAI ഗൈഡ് ലൈൻ പ്രകാരം HDL കുറവുള്ള രോഗികൾ, LDL വളരെ കൂടുതലുള്ള രോഗികൾ, നോൺ HDL കൊളസ്ട്രോള് കൂടുതലുള്ള രോഗികൾ, ഈ BP-ക്കൊപ്പം ഈ രീതിയിലുള്ള കൊളസ്ട്രോൾ പാരാമീറ്റേഴ്സ് ഉള്ള രോഗികൾ എല്ലാം വളരെ അധികം റിസ്ക് ഉള്ള രോഗികളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഫോളോ ചെയ്യുന്ന ഭക്ഷണക്രമം കാരണം നമുക്ക് വളരെയധികം സോഡിയം, ഉപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോക്കനട്ട് ഓയിലും നമ്മൾ കൂടുതൽ ഫാറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേക രീതിയിൽ സ്മോൾ ഡെൻസ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ലൈപ്പോപ്രോട്ടീനുകൾ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളും LDL ഒക്കെ നോർമൽ ആണെങ്കിലും സ്മോൾ ഡെൻസ് അതിരോജനിക് ലിപ്പോപ്രോട്ടീനുകൾ നമ്മുടെ രക്തത്തിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ വളരെ അധികം ഹാർട്ട് അറ്റാക്കിന് വളരെ പ്രോൺ ആയിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഉള്ള ആളുകൾ. സൗത്ത് ഇന്ത്യയിൽ വെച്ചാൽ കേരളത്തിൽ തന്നെ. ലിപ്പിഡ് അസോസിയേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ 2023 ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിച്ചതിൻ്റെ കൂടെ ഒരു ചാർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് മറ്റുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിലെ HDL കൊളസ്ട്രോൾ 25% കൂടുതൽ ആളുകൾക്ക് HDL കുറവാണ്. 25% കൂടുതൽ ആളുകൾക്ക് തന്നെ LDL വളരെ കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡുകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടോട്ടൽ കൊളസ്ട്രോളും വളരെയധികം കൂടുതലാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്. മറ്റൊരു സംസ്ഥാനം എന്ന് വെച്ചാൽ രാജസ്ഥാനാണ് ഏകദേശം ഇതേ രീതിയിലുള്ളത്. സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് പോലും ഈ രീതിയിൽ എല്ലാ ലൈപ്പിഡ് പാരാമീറ്റേഴ്സ് പ്രോബ്ലം ഉള്ള മറ്റൊരു സ്റ്റേറ്റ് ഇല്ല. സൗത്ത് ഇന്ത്യയിലെ ബാക്കി മഹാരാഷ്ട്ര ആണെങ്കിലും കർണാടക ആണെങ്കിലും തമിഴ്നാട് ആണെങ്കിലും ഒറീസ ആണെങ്കിൽ പോലും ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊന്നും ഈ പ്രോബ്ലം ഇല്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ടോട്ടൽ കൊളസ്ട്രോൾ കുറച്ച് കൂടി നിൽക്കുന്നതല്ലാതെ ബാക്കിയുള്ള കൊളസ്ട്രോളുകളൊക്കെ റിലേറ്റീവ്ലി കൺട്രോൾഡാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, കുറച്ചും കൂടെ നമ്മൾ ഒരു സെഡൻറ്ററി ആയിട്ട് നമ്മളധികം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരു ജീവിത രീതിയും നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ കൂടുതൽ ഉപയോഗമൊക്കെ ആയിരിക്കാം ഇതിന് വഴിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ നമ്മൾ കാണുന്നത് നമ്മുടെ പേഷ്യൻസ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ ചില പെട്ടെന്നുള്ള മരണങ്ങളും ഒക്കെ ആയിട്ട്, സഡൻ ഡെത്ത് ഒക്കെ ആയിട്ട് പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്. അതിനാൽ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് വി ഷുഡ് കൺട്രോൾ BP ബ്ലഡ് പ്രഷർ ഇൻ ദ ടാർഗറ്റ് റേഞ്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊളസ്ട്രോളും ലിപ്പിഡ് പാരാമീറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നേരത്തെ തന്നെ ഒരു കാർഡിയോളജിസ്റ്റിനെ തന്നെ കണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുകയും അതോടൊപ്പം തന്നെ മരുന്നില്ലാതെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. മരുന്നില്ലാതെ നമ്മൾ ആഴ്ചയിൽ 150 മണിക്കൂറെങ്കിലും മോഡറേറ്റ് എയറോബിക് എക്സസൈസ്, നല്ല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ്, സോഡിയത്തിൻ്റെ അളവ് 2 ഗ്രാമിൽ താഴെ, മാക്സിമം പോയാൽ 5 ഗ്രാമിൽ താഴെ ആക്കി നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഫുഡിൻ്റെ അകത്ത് കൊണ്ടുവരിക.
പിന്നെ ഉറക്കം നമ്മളൊരു 7 മണിക്കൂർ എങ്കിലും 7 മണിക്കൂർ താഴെ നമ്മൾ സ്ലീപ്പ് ഡെഫിഷ്യൻ്റ് ആണ്. 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ മരുന്നല്ലാതെയുള്ള മാർഗ്ഗങ്ങൾ ഈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള. അതോടൊപ്പം തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, കോക്കനട്ട് ഓയിലിൻ്റെയും അങ്ങനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ എല്ലാം ഉപയോഗങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക. ഇതോടൊപ്പം തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മൾ പ്രത്യേക രീതിയിൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കൂടി നിൽക്കുന്ന രോഗികൾ മരുന്ന് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാറ്റിൻ ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അറ്റോറോസ്റ്റാറ്റിൻ, റോസോസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. റോസോസ്റ്റാറ്റിൻ ആണ് കുറച്ചും കൂടെ നമുക്ക് നല്ലത് പേഷ്യൻസിന്. അതിന് പ്രത്യേക രീതിയിലുള്ള എൻസൈം CYP3A 3450 ഡിപ്പെൻഡൻ്റ് അല്ലാത്ത, അങ്ങനെയുള്ള ഒരു എൻസൈം ഡിപ്പെൻഡൻ്റ് അല്ലാത്തതുകൊണ്ട് സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ റോസോസ്റ്റാറ്റിന് കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മരുന്നുകളുണ്ട്. ടെൽമിസാട്ടൻ പോലെയുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. നമുക്ക് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മരുന്നുകളുണ്ട്. ഈ ടെൽമിസാട്ടൻ എന്നൊക്കെ ഉള്ള മരുന്നുകൾ നമ്മൾ എല്ലാ ഗൈഡ് ലൈനുകളിലും ലോകത്ത് എവിടെയുള്ള ഗൈഡ് ലൈൻ ആണെങ്കിൽ പോലും നമുക്കതിനെ ഫസ്റ്റ് ലൈനായിട്ട് വരുന്ന മരുന്നുകളാണ് ടെൽമിസാട്ടൻ പോലെയുള്ള പ്രത്യേക ARB ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ. അപ്പം ഈ മരുന്നുകളൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഈ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ഈ മരുന്നുകൾ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ പേഷ്യൻസിന് ഒരുമിച്ചുള്ള മരുന്നുകളുണ്ടെങ്കിൽ അത് പിൽ ബർഡൻ, ഒന്നാമത്തെ നമ്മൾ എടുക്കേണ്ട മരുന്നുകളുടെ അളവ് നമ്മൾ കുറയും. പിന്നെ പിൽ ബർഡൻ കുറയുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കഴിക്കുമ്പോൾ. പേഷ്യൻറ്റിന് കംപ്ലയിൻസ് ചെയ്ത് രണ്ട് മരുന്ന് ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട വരികയില്ല. ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിട്ട് കഴിക്കേണ്ട, അതുകൊണ്ട് നമ്മൾ കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ രണ്ട് മരുന്നുകൾ അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയാണ്. അത് ഒരു മെറ്റബോളിക് ന്യൂട്രലാണ്. അതായത് നമ്മുടെ ഈ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സിനെ, നമുക്ക് വെയിറ്റ് കൂട്ടുകയോ അങ്ങനെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ് ഇപ്പം വേറെ ഉള്ള മരുന്നുകളെ അപേക്ഷിച്ച് അവ നമ്മളെ മെറ്റബോളിക്കായിട്ട് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള മരുന്നുകളാണ്. അത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഈ മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ഇതെല്ലാം തടയും. അതോടൊപ്പം തന്നെ നമ്മുടെ കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനും ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഉപകാരപ്രദമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബ്ലഡ് പ്രഷറും നമ്മളെ കൊളസ്ട്രോളും ഒരുമിച്ച് പ്രോബ്ലം വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, നമ്മുടെ റിസ്ക് ഫാക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു 40 വയസ്സുള്ള കഴിഞ്ഞൊരു രോഗിയാണെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മരുന്നല്ലാതെയുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മളത് കൺട്രോൾ ചെയ്ത് നിർത്തണം. ഇത് കൂടാതെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അമിതവണ്ണമുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ഇതേപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും ഒക്കെ ഹിസ്റ്ററി, അതായത് ചെറിയ പ്രായത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുകവലിക്കുന്നയാളാണ് ചെറിയ പ്രായത്തിൽ തന്നെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കൂടി നിൽക്കുന്ന കൊളസ്ട്രോളും ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് കൂടി നിൽക്കുന്ന കൊളസ്ട്രോളും ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് 40 വയസ്സിന് മുമ്പേ തന്നെ ചിലപ്പോൾ BP, ബ്ലഡ് പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, ഇത് ഏറ്റവും ചെറിയ മരുന്നുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്, ടെൽമിസാട്ടനും റോസോസ്റ്റാറ്റിനും ഒക്കെ. കൂടിയ മരുന്നുകൾ ചിലപ്പോൾ മെസെറ്റിമൈബ് എന്ന് പറഞ്ഞ മരുന്നുകളും ബെംബിഡോയിക് പോലെയുള്ള കൂടിയ മരുന്നുകളോ ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചെക്ട് ചെയ്യേണ്ട ചില മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കേണ്ട വന്നേക്കാം. ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ലിപ്പിഫറസിസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചില അപൂർവമായിട്ട് ചില രോഗികൾക്ക്, നമ്മൾ ഒത്തിരി ഹൈ റിസ്ക് ആയിട്ടുള്ള രോഗികൾക്ക് ലിപ്പിഫറസിസ്, ഡയാലിസിസ് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ലിപ്പിഡ് എടുത്ത് കളയുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്തുണ്ടാകുക. അതൊക്കെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ കൂടുതൽ രോഗികൾക്ക് നമ്മൾ ഈ പ്രഷറും ഈ കൊളസ്ട്രോളും ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കും, ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു ഏജ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. മരുന്ന് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള മെഡിസിൻസ് നോൺ ഫാർമക്കോളജിക്കൽ മരുന്നിൻ്റെ അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇത് പെട്ടെന്ന് നമ്മൾ വളരെ റിസ്കിലാണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് രോഗികൾ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ, ഫിസിഷ്യൻ്റെ സഹായം തേടുക.
സഹായം തേടി ഈ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലോ നമ്മുടെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ വളരെയധികം അത് ബാധിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്.